खुदी को कर बुलंद इतना के हर तकदीर से पहले खुदा बंदे से खुद पूछे बता तेरी रिजा क्या है। अल्लाहुम्मा सल्लि वसल्लिम वबारिक अलैहि। ഒരു സഹോദരി ഇസ്ലാം സ്വീകരിക്കാൻ താല്പര്യപ്പെട്ടു എന്നറിയാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്. ആ സഹോദരിക്ക് വേണ്ടി ഞാൻ ഷഹാദത്തിന്റെ വചനങ്ങൾ ചൊല്ലുകയാണ്. അവരതേറ്റ് ചൊല്ലുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായ മറ്റൊരാളുമില്ലെന്ന് ഞാൻ മനസ്സുകൊണ്ട് ഉറപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കി പറയുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുദൂതരാണെന്നാണ് ഞാൻ മനസ്സുകൊണ്ട് ഉറപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കി പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ഇസ്തിഖാമത്ത് നൽകുമാറാകട്ടെ. ഒരുപാട് കാലങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് സ്രഷ്ടാവിനെ സംബന്ധിച്ചുള്ള ചിന്തകൾ. നമ്മൾ എന്തിനാണ് ഇവിടെ വന്നത്? എന്തിനാണ് ഈ ജീവിതം? എത്രയോ വലിയ വലിയ കർമ്മങ്ങൾ ചെയ്ത് നമ്മൾ ഒന്നും അറിയാതെ ഒന്നും ലഭിക്കാതെ അങ്ങ് മണ്ണായി തീരുകയോ? ആരാണ് സ്രഷ്ടാവ്? ഒരു സ്രഷ്ടാവിന്റെ ആവശ്യകതയുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെന്താണ് തെളിവ്? എങ്ങനെ നമുക്കത് അറിയുന്നു അല്ലാഹുവാണ് സ്രഷ്ടാവ്? ഇതിനെല്ലാം മറുപടി നൽകാൻ കഴിയുന്ന ഒരേ ഒരു മതം അത് പരിശുദ്ധ ഇസ്ലാം മാത്രമാണ്. 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും ജീവിച്ച സതീർത്ഥരായ ഒരു ആലിമുണ്ട്, മഹാനായ ഇമാം അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരുടെ ഒരു വാക്കുണ്ട്, A non-believer is bewildered by creation. A non-believer is bewildered by creations, and a believer is bewildered by the Creator. Al-kafir ha'irun fi khalqillah wal-mu'min ha'irun fillah. അവിശ്വാസികൾ മുഴുവനും അത്ഭുതപ്പെട്ടു നിൽക്കുന്നത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ്. ലബോറട്ടറികളുടെ ചർച്ച എന്താ? ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു ഉണ്ടാക്കിയ കെമിക്കലുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പരിശോധിക്കുകയാണ്. ഒരു ബയോളജിസ്റ്റ് പഠിക്കുന്നത് എന്താ? മനുഷ്യ ശരീരമെന്ന അത്ഭുതകരമായ